നമസ്തേ. ഞാൻ ഭക്തനല്ല, ബിജെപിക്കാരനുമല്ല. പക്ഷേ മോദിയെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷ വിശ്വാസിയുടെ വൈറൽ കുറിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ വീണ്ടും സജീവമാകുന്നതിനിടെ ശ്രദ്ധ നേടുകയാണ് കേരള ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറും ടൂറിസം കൺസൾട്ടന്റുമായ പ്രശാന്ത് വാസുദേവൻ നായർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു നീണ്ട കുറിപ്പ്. സാമൂഹിക മാധ്യമങ്ങളിലും പൊതുവിഷയങ്ങളിലും സജീവമായ ഇടപെടലുകൾ നടത്തുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം. താൻ BJP പ്രവർത്തകനോ ഹരഹര മോദി വിളിക്കുന്ന ഭക്തനോ അല്ലെന്നും അടിസ്ഥാനപരമായി ഒരു ഇടതുപക്ഷ വിശ്വാസിയാണെന്നും വ്യക്തമാക്കുന്ന അദ്ദേഹം അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെയും ഭരണശൈലിയെയും പിന്തുണയ്ക്കുന്ന നിലപാടാണ് കുറിപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. മോദിയുടെ പ്രവർത്തനങ്ങൾ, വിമർശനങ്ങൾ, ധ്രുവരാത്തിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, കൂടാതെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകളും ഈ കുറിപ്പിലുണ്ട്. നമുക്ക് ആ കുറിപ്പൊന്ന് വായിക്കാം. ഹരഹര മോദി വിളിക്കുന്ന ഭക്തനല്ല ഞാൻ, BJPക്കാരനുമല്ല, അടിസ്ഥാനപരമായി ഒരു ഇടതുപക്ഷ വിശ്വാസി, ഇന്ത്യയിലെ ഇപ്പോഴത്തെ കപട ഇടതുപക്ഷവുമല്ല, കാലം കവർന്നെടുത്ത ഒരു ഇടതുപക്ഷത്തിന്റെ അനുഭാവി. പക്ഷേ എൻ്റെ പ്രധാനമന്ത്രിയെ എനിക്കേറെ ഇഷ്ടമാണ്. ഞാൻ അയാളെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, തൽക്കാലം തുടരണമെന്നാഗ്രഹിക്കുന്നു. ഇവിടെ കേരളത്തിൽ എൻ്റെ മുഖ്യമന്ത്രി ശക്തനായി തുടരണമെന്നാഗ്രഹിക്കുന്നത് പോലെ അങ്ങേരുടെ ചില മൗനങ്ങളും ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അങ്ങേരുടെ താല്പര്യമില്ലായ്മയും എനിക്ക് അങ്ങേരോടുള്ള കലിപ്പിന്റെ കാരണങ്ങളാണ്. പ്രസ് കോൺഫറൻസുകൾ വേണമെന്ന് ഞാനും പറയില്ല. അവിടെ ജനങ്ങൾക്ക് വേണ്ട വിഷയങ്ങളുടെ ഉത്തരം അയാളിൽ നിന്ന് നേടിയെടുക്കുന്നതിനു പകരം അയാളെ പ്രകോപിപ്പിക്കുന്നതിനും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അയാളെ കൊച്ചാക്കുന്നതിനുമാകും ദേശദ്രോഹി മാപ്രകളുടെ ശ്രമം. അതിന് നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. പകരം രാജ്യത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അയാൾ ജനത്തോട് നേരിട്ട് സംസാരിക്കണം. ദീർഘമൗനം അവലംബിക്കരുത്. ഈ രാജ്യത്തെ ഹിന്ദുക്കൾ അല്ലാത്ത ഒരു മനുഷ്യനോടും ഒരനീതിയും അയാൾ കാട്ടുമെന്നെനിക്ക് വിശ്വാസമില്ല. അങ്ങനെ കാട്ടണമെങ്കിൽ അവർ ദേശവിരുദ്ധ പ്രവർത്തികൾ ചെയ്തിരിക്കണം. എങ്കിൽ അയാൾ വെറുതെ വിടില്ല. അയാളുടെ സംഘവും അവതരിപ്പിക്കപ്പെടുന്നത് കേവല വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. ഈ കമന്റ് ബോക്സിലും ചില പേക്കോലങ്ങൾ അത്തരം ചില പോസ്റ്ററുകളും ലിങ്കുകളുമായി പ്രത്യക്ഷപ്പെടും എന്നറിയാം. അതിനു മരുന്നുമുണ്ട്. വികസിത രാഷ്ട്രങ്ങളുടെ മുന്നിൽ അപമാനിതയായി നിൽക്കാതെ ഭാരതമാതാവിനെ കഴിയുന്നത്ര മുമ്പിലെത്തിക്കാനുള്ള തത്രപ്പാടിലാണ് കൂടും കുടുംബവുമില്ലാത്ത അയാൾ. അയാളിൽ എതിർപക്ഷത്തിന് ആരോപിക്കാൻ കഴിയുന്നത് അവർ എക്കാലവും കാട്ടിപ്പോരുന്ന വർഗീയതയാണ്. ശരിക്കും വർഗീയവാദികൾ അവരാണ്. അയാൾ അദാനിയെ, അംബാനിയെ കൈവിട്ട് സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്നും അയാൾക്ക് എന്ത് കിട്ടിയെന്ന് പറയാൻ അവർക്കാവുന്നില്ല. ആത്മസുഖമായിരിക്കാം അവരുദ്ദേശിക്കുന്നത്. അവർക്ക് അയാളുടെ ചായക്കട പശ്ചാത്തലമാണ് ചിലപ്പോൾ വിഷയം, മറ്റു ചിലപ്പോൾ അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത, അതുമല്ലെങ്കിൽ അയാൾ ഭാര്യയെ ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ അയാളുടെ ഇംഗ്ലീഷ്, അയാളുടെ ഫോട്ടോഷൂട്ട്, വിശ്വഗുരു ഇമേജ്, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അങ്ങനെ 25ലധികം രാഷ്ട്രങ്ങൾ പരമോന്നത ബഹുമതികൾ നൽകിയ അയാളെ വ്യക്തിഹത്യ ചെയ്ത് സ്വയം കാമം കരഞ്ഞു തീർക്കുകയാണ് ചില കഴുതകൾ. തന്ത്രങ്ങൾ മെനയുന്നതിൽ അയാൾ മിടുക്കനാണ്, രാഷ്ട്രീയത്തിൽ അത്യാവശ്യവും. മിനിഞ്ഞാന്ന് അയാൾ ഒരു സെൽഫി വീഡിയോ ഇട്ടു. അയാൾക്കറിയാത്തതാണോ അതിന്റെ ക്യാമറ ആംഗിളിന്റെ കുഴപ്പവും അയാളുടെ ഭാവങ്ങളിലെ വ്യത്യാസവും ഒക്കെ? ജർമ്മനിയിൽ ഇരുന്ന് ഇന്ത്യ തകർക്കാൻ ശ്രമിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, ധ്രുവറാത്തി. അവൻ കളിയാക്കി അയാൾക്ക് സംസാരിക്കാൻ ഇപ്പോഴും ടെലിപ്രോംപ്റ്ററിന്റെ ആവശ്യമുണ്ടെന്ന്. അവനാണ് ഏറ്റവും കൊടിയ വിഷം. ഇന്ത്യക്കെതിരെ പോസ്റ്റുകളിട്ട് അവൻ കൊയ്യുന്നത് കോടികളാണ്. അവനിൽ മയങ്ങുന്ന ഇന്ത്യയിലെ യുവത അവന്റെ AI പരിശീലനങ്ങളിലും മറ്റും കാശെറിയുകയാണ്. ഒരിക്കൽ ഞാൻ നോക്കി, അവൻ തന്നെ പറയുന്നു, പാർട്ടിയുടെ ഇൻസ്റ്റാ പേജിലെ വീഡിയോകൾ നോക്കൂ, അതുപോലെ വീഡിയോ ചെയ്യണോ, ഞാൻ പഠിപ്പിച്ചു തരാം. അവൻ തന്നെ പറയുന്നു, തുടക്കത്തിൽ തന്നെ 30,000 പേർ 1000 വെച്ച് കൊടുത്തുവെന്നും. നിങ്ങൾ ആലോചിക്കൂ, ഇന്ത്യയെ വിറ്റ് ഇന്ത്യൻ വിദ്യാർത്ഥികളെയും യുവതയും തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പിന്തുണ നേടി അവൻ കൊയ്യുന്ന കോടികൾ. അതുപോട്ടെ, എൻ്റെ പ്രധാന കലിപ്പ് എൻ്റെ പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മളോട് മൗനം പാലിക്കുന്നതിലാണ്. അത് അയാൾ മിനിഞ്ഞാന്ന് ബ്രേക്ക് ചെയ്തു. ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ അയാളുടെ ഫോളോവേഴ്സിന്റെ എണ്ണം 10 ലക്ഷം കൂടി. ആ വീഡിയോയ്ക്ക് കിട്ടിയത് ഞാനിത് എഴുതുമ്പോൾ 30 കോടിയിലധികം വ്യൂസ്. ഇന്ത്യ വിരുദ്ധൻ ധ്രുവറാത്തിക്ക് മനസ്സിലായില്ല അയാളുടെ തന്ത്രം. തെറ്റുകൾ തിരുത്തുന്നയാളാണ് അയാൾ. അതുകൊണ്ട് തന്നെ യുവതിയുടെ മനസ്സ് അയാൾ വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞു. നിങ്ങൾക്കതിനെ ബോട്ട് എന്നൊക്കെ വിളിക്കാം. ഇന്നലെയും അയാൾ മറ്റൊരു വീഡിയോ ഇട്ടു. ഒടുവിൽ ഇത് താൻ സ്വയം ചെയ്യുന്നതാണെന്ന് ബോധ്യപ്പെടുത്താൻ അത് ഓഫ് ചെയ്യുന്നതും കാണിച്ചു. ഇനി ധ്രുവറാത്തി മറ്റെന്തെങ്കിലും കൊണ്ടുവരും. തെറ്റുകൾ തിരുത്തുന്നവനാണ് യഥാർത്ഥ ഭരണാധികാരി. അയാളിൽ കാപട്യമുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷം ജനത തിരിച്ചറിയുകയും ഉടൻ അയാളെ പുറത്താക്കുകയും ചെയ്യും.
അയാൾക്ക് 3 തവണ ഭരിക്കാൻ അവർ അവസരം കൊടുത്തുവെങ്കിൽ അതിനർത്ഥം അയാളിൽ അവർ കാപട്യം കണ്ടില്ല എന്നതാണ്. EVM കൃത്രിമം, വോട്ട് ചോരി ഒന്നും നിലം തൊടാതെ പോയതാണല്ലോ. അതുകൊണ്ട് 2029 വരെ കാത്തിരിക്കൂ. അയാൾ കപടനാട്യക്കാരനും ദേശവിരുദ്ധനും ഏകാധിപതിയും ജനാധിപത്യ വിരുദ്ധനും ഫാഷിസ്റ്റും ഒക്കെയാണെങ്കിൽ 2029 അയാളെ തൂത്തെറിയട്ടെ. അല്ല, അട്ടിമറിയാണ് ലക്ഷ്യമെങ്കിൽ അത് നേരിടാൻ അയാൾക്കും സംഘത്തിനും അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. ജയ് ഹിന്ദ്. ഇങ്ങനെയാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ഈ കുറിപ്പ് അനുകൂലവും പ്രതികൂലവുമായി നിരവധി പ്രതികരണങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ വിഷയങ്ങളിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉയരുന്ന സാഹചര്യത്തിൽ വ്യക്തിപരമായ അഭിപ്രായമായി അവതരിപ്പിച്ച ഈ കുറിപ്പും ചർച്ചകൾക്ക് പുതിയ വഴി തുറക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തുതന്നെയായാലും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഒപ്പം നമ്മുടെ ചാനൽ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.